ഹായ്, നമ്മൾ സെയിലായിട്ട് എത്തിച്ചിട്ടുള്ളത് 2011 മോഡൽ ഫോർച്യൂണർ 4X4 വരുന്നുണ്ട്. അപ്പോൾ 2017 മോഡൽ ഇന്നോവ ക്രിസ്റ്റ G4 വരുന്നുണ്ട്. 2011 മോഡൽ ഇന്നോവ G4 വരുന്നുണ്ട്. അപ്പോൾ 2014 മോഡൽ ഓഡി A4 വരുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസും വിലയും നോക്കാം നമുക്ക്. ഫസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കുന്നത് 2017 മോഡൽ ഇന്നോവ ക്രിസ്റ്റ ആണ് വാഹനം വരുന്നത്. ഈ വാഹനം വരുന്നത് 2017 രജിസ്ട്രേഷനാണ് വരുന്നത്. അപ്പോൾ തന്നെ G4 ആണ് വേരിയന്റ് വരുന്നത്. ഡീസൽ മാനുവലാണ് ട്രാക്ഷൻ വരുന്നത്. അപ്പോൾ തന്നെ ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ ആണ് ഈ വാഹനം വരുന്നത്. ഈ വാഹനം തേർഡ് ആർഷോൺഷിപ്പിലാണ് നിലവിൽ ഈ വാഹനം ഉള്ളത്. ഈ വാഹനം സഞ്ചരിച്ചത് 1,60,000 കിലോമീറ്റർ ആണ്. ഫുൾ കമ്പനി സർവീസിലാണ്. മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നും ഈ വാഹനത്തില്ല. നല്ല ലെതർ സീറ്റുകൾ ചെയ്തിട്ടുണ്ട്, എയർ ബാഗ് വരുന്നുണ്ട്, ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്, അതുപോലെ തന്നെ അലോയ് വീലുകൾ വരുന്നുണ്ട്. നല്ല ഹൈ ക്വാളിറ്റി വെഹിക്കിളാണ്. ഈ വാഹനത്തിന് വില ഉദ്ദേശിക്കുന്നത് 15,75,000 രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. അപ്പോൾ തന്നെ ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ്. ഈ വാഹനത്തിൻ്റെയും ലൊക്കേഷൻ വരുന്നത് മോങ്ങത്താണ്. താല്പര്യമുള്ള മേൽ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. വില ഉദ്ദേശിക്കുന്നത് 15,75,000 രൂപയാണ്. അടുത്ത വാഹനം വരുന്നത് 2011 മോഡൽ ഫോർച്യൂണർ വരുന്നത്. ടൊയോട്ടയുടെ ഫോർച്യൂണർ വാഹനം വരുന്നത്. ഈ വാഹനം 2011 രജിസ്ട്രേഷനാണ് വരുന്നത്. അപ്പോൾ തന്നെ 4X4 മാനുവലാണ് ട്രാൻഷൻ വരുന്നത്. ഈ വാഹനം ഡീസൽ വേരിയന്റ് ആണ്. റീരജിസ്റ്റേർഡ് വാഹനമാണ്. കേരളത്തേക്ക് നമ്പർ ആയിട്ടുള്ള വാഹനമാണ് ഈ വാഹനം. അതിന് ആർസിയോണിൽ വരുന്നത് സെക്കൻഡ് ആർസിയോൺഷിപ്പിലാണ് നിലവിൽ ഈ വാഹനം ഉള്ളത്. കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ 2,00,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നും ഈ വാഹനത്തില്ല. നല്ല വൃത്തിയുള്ള വാഹനമാണ്. ഈ വാഹനത്തിന് വില ഉദ്ദേശിക്കുന്നത് 9,00,000 രൂപയാണ്. ഇത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ വേണ്ടവർ മേലെ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. ഈ വാഹനത്തിൻ്റെയും ലൊക്കേഷൻ വരുന്നത് മോങ്ങത്താണ്. 2011 മോഡൽ ഫോർച്യൂണർ ആണ്. റീരജിസ്റ്റേർഡ് ചെയ്ത് കേരളത്തേക്ക് നമ്പർ ആയിട്ടുണ്ട് ഈ വാഹനം. വില ഉദ്ദേശിക്കുന്നത് 9,00,000 രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. അടുത്ത വാഹനം വരുന്നത് 2011 മോഡൽ ഇന്നോവയാണ് വരുന്നത്. ഈ വാഹനം വരുന്നത് 2011 രജിസ്ട്രേഷനാണ് വരുന്നത്. അതുപോലെ G4 ആണ് വേരിയന്റ് വരുന്നത്. ഈ വാഹനം G4 ആണ് വേരിയന്റ് വരുന്നത്. അത് ഡീസൽ മാനുവലാണ് ട്രാൻഷൻ വരുന്നത്. ഈ വാഹനം റീരജിസ്റ്റേർഡ് വാഹനമാണ്. കേരളത്തേക്ക് നമ്പർ ആയിട്ടുള്ള വാഹനമാണ്. നല്ല ഫാൻസി നമ്പറും വരുന്നുണ്ട് ഈ വാഹനത്തിൽ. അതിന് ആർസിയോൺഷിപ്പ് വരുന്നത് സെക്കൻഡ് ആർസിയോൺഷിപ്പിലാണ് നിലവിൽ ഈ വാഹനം ഉള്ളത്. ഈ വാഹനം സഞ്ചരിച്ച 1,80,000 കിലോമീറ്റർ ആണ്. മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഈ വാഹനത്തിനില്ല. അപ്പോൾ തന്നെ ഈ വാഹനത്തിന് വില ഉദ്ദേശിക്കുന്നത് 6,00,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ തന്നെ ഈ വാഹനത്തിൻ്റെയും ലൊക്കേഷൻ വരുന്നത് മോങ്ങത്താണ്. അപ്പോൾ താല്പര്യമുള്ള മേൽ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. 2011 മോഡൽ ഇന്നോവ G4 ആണ് വരുന്നത്. നല്ല അലോയ് വീലുകൾ, അതുപോലെ ലെതർ റാപ്പിഡായിട്ട് സീറ്റ് കവറുകൾ ചെയ്തിട്ടുണ്ട്. അതിന് വില ഉദ്ദേശിക്കുന്നത് 6,00,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ള മേൽ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. അടുത്ത വാഹനം വരുന്നത് 2014 മോഡൽ ഓഡി A4 ആണ് വാഹനം വരുന്നത്. ഈ വാഹനം വരുന്നത് 2014 രജിസ്ട്രേഷനാണ് വരുന്നത്. അപ്പോൾ ഇതിന് പ്രീമിയം പ്ലസ് ഏറ്റവും ടോപ്പൻ മോഡലാണ് ഈ വാഹനം വരുന്നത്. ഈ വാഹനം റീരജിസ്റ്റേർഡ് വാഹനമാണ്. കേരളത്തേക്ക് നമ്പർ ആയിട്ടുള്ള വാഹനമാണ്. അപ്പോൾ തന്നെ 4th ഓണർഷിപ്പിലാണ് നിലവിൽ ഈ വാഹനം ഉള്ളത്. ഈ വാഹനം സഞ്ചരിച്ചത് 90,000 കിലോമീറ്റർ ആണ്. അപ്പോൾ തന്നെ മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നും ഈ വാഹനത്തില്ല. നല്ല അലോയ് വരുന്നുണ്ട്, അതുപോലെ സൺറൂഫ് വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് ആണ്, ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ട്രാൻഷൻ വരുന്നത്. ലെതർ റാപ്പിഡായിട്ട് സീറ്റ് കവറുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വാഹനത്തിന് വില ഉദ്ദേശിക്കുന്നത് 7,90,000 രൂപ മാത്രമാണ്. അത് നെഗോഷ്യബിൾ ആണ്. അതിന് എക്സ്ചേഞ്ച് അവൈലബിൾ ആണ്. ഈ വാഹനത്തിൻ്റെയും ലൊക്കേഷൻ വരുന്നത് മോങ്ങത്താണ്. അപ്പോൾ താല്പര്യമുള്ള മേൽ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക. 2014 മോഡൽ ഓഡി A4 ഓട്ടോമാറ്റിക് ആണ്. പ്രീമിയം പ്ലസ് ഏറ്റവും ടോപ്പൻ മോഡലാണ് വാഹനം വരുന്നത്. അപ്പോൾ തന്നെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത വാഹനമാണ്. വില ഉദ്ദേശിക്കുന്നത് 7,90,000 രൂപ മാത്രമാണ്. അപ്പോൾ വേണ്ടവർ മേൽ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യുക.